ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഹൂ നോമി ബെറ്റർ ആണ് സുഹൃത്തുക്കളെ. എൻ്റെ ഹൂനോമി അല്ല, അമ്മയുടെ ഹൂനോമിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അമ്മയുടെ ഹൂനോമി കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഹൂനോമി ഉണ്ട് കേട്ടോ. അതെ. അതായത് അമ്മയുടെ ഇഷ്ടങ്ങൾ എനിക്കാണോ അച്ഛനാണോ ഏറ്റവും കൂടുതൽ അറിയാവുന്നതെന്നാണ് നോക്കാൻ പോണത്. ഇപ്പം അമ്മ കുറേ ക്വസ്റ്റ്യനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ എഴുതി വെക്കാൻ. ക്വസ്റ്റ്യനും ആൻസറും ഉണ്ടോ? ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ മാത്രം എഴുതിയായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയത്. അത് ആൻസർ അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഞാൻ ഒരു 10-15 എഴുതി വെച്ചിട്ടുണ്ട്. 15 ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. പിന്നെ അതിനിടയ്ക്ക് 10-30 വേണം. അല്ല, അതിനിടയ്ക്ക് വെച്ച് ഞാൻ ചോദിക്കാം. അമ്മയുടെ ഒരു ഇതിൽ ആരായിരിക്കും തോനെ പറയുന്നത്? ചിലപ്പോ എന്റെ കൂടെ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചത് എന്റെ അച്ഛനാ. അച്ഛൻ പണിക്ക് പോകുന്നില്ലായിരുന്നു, ഞാനല്ലേ ഏറ്റവും കൂടുതൽ നിന്നത്. നിങ്ങൾ പിന്നീടല്ലേ പണിക്ക് പോയി തുടങ്ങിയത്? അല്ല. ഓ, അപ്പൊ അതിന് മുമ്പ് പണിയായിരുന്നു. അത്രേ ഉള്ളൂ. നീ ഇപ്പൊ വന്നിട്ട് 25 വർഷമല്ലേ ആയുള്ളൂ? അല്ല, ഈ 25 വർഷമായാലും ഏറ്റവും കൂടുതൽ അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആരാ? അത് നീയാ. അപ്പൊ എനിക്കാണോ അച്ഛനാണോ അറിയാവുന്ന? നീ ഇങ്ങനെ തള്ളിയിട്ട് ലാസ്റ്റ് ഉത്തരം പറയാതിരുന്ന അച്ഛനാ പറയുന്നെങ്കിൽ അത് ഞാൻ പറയും, എനിക്കെല്ലാം അറിയാം. അളിയ അവിടെ മണ്ട ഇരിപ്പുണ്ടോ? വരുന്ന അളിയ എന്റെ അറ്റത്ത് തുഞ്ചത്ത് വന്നിരുന്നോ? ഹൂനോമി അടിക്കാം. ഞാനായിരിക്കും ആദ്യം പറയുന്നത്. ആദ്യം പറയുന്ന ആളാണ് ജയിക്കുന്നത്. ആ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പറയാം. എന്ത് അതൊന്നും പറ്റത്തില്ല, ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളു. ഇത് SLC ഓരോരുത്തർക്കും ഓരോ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി കൊടുക്കാം. ആന്നുമില്ല, ഒരു ക്വസ്റ്റ്യന് ആൻസർ ആദ്യം ആരാണോ പറയുന്നത് അവര് ജയിക്കും. 5000 രൂപയ്ക്കുള്ള ഒന്നാമത്തെ ചോദ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് റെഡ്. കിട്ടേക്കൂല്ലേ? അപ്പൊ ശ്രീത് പോയിന്റ് കിട്ടണേ. ഈ എഴുതി ബുക്കല്ലേ ഇരിക്കുന്ന, എഴുതി പോയി. അവിടെ ക്വസ്റ്റ്യൻ എഴുതണ്ടേ? വേണ്ട, കോയാ കൊച്ചൊന്ന് എഴുത്. ഷോർട്ട് ഫോം. അപ്പൊ ഇത് എന്തു മക്കളെ ഇത്? നിന്റെ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. എന്തിനാ ഉറുദു എഴുതി വെച്ചിരിക്കുന്ന കൈസരോഗ്യം മനസ്സിലാവൂല. ഇത് ആർക്കും വായിക്കാൻ പറ്റൂല കേട്ടാ. അച്ഛൻ ഇതില് നോക്കിയിട്ട് കാര്യമില്ല, അപ്പൊ കിട്ടത്തില്ല. എളുപ്പം പറയണേ. പെട്ടെന്ന് ഇതെന്തിനാ അമ്മ അച്ഛനെ ഏൽപ്പിക്കിരിക്കുന്ന? ഇവര് എന്നെ തോപ്പിക്കാൻ നോക്കുക. പക്ഷെ എനിക്കൊരു പോയിന്റ് ഇട്ട് എഴുതിയാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇഷ്ടപ്പെട്ട ഡ്രസ്? ചുരിദാർ. അച്ഛനാണോ പറഞ്ഞ? ഞാനും പറഞ്ഞില്ലേ? ശരി. ശരി, അച്ഛനിട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ സംസാരിക്കുന്ന ആരടുത്താ? എന്റെ അടുത്ത്. വേറെ ആയിരിക്കുന്നു ഇവിടെ? ഹാപ്പി അടുത്ത്. മോഹഭംഗ മനസ്സിലെ ഹാപ്പി. നീ എനിക്കൊരു ഭീഷണി ആവുന്നുണ്ട് കേട്ടല്ലോ. പുറത്തു പോയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള മന്തി. ഞാൻ പറഞ്ഞ ആദ്യമേ പോയിന്റ് 2 ഉണ്ട് കേട്ടോ. 2 മന്തി ഉണ്ട്, മറ്റേ ഫ്രൈഡ് റൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ ദിലീപ്. ഞാനും പറഞ്ഞായിരുന്നു. ഞാൻ പുറത്തു പോയാൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന വെള്ളം നാരങ്ങവെള്ളം. എന്തിനു പറയുന്നില്ലേ? സോഡ. തെറ്റി. സോഡ നാരങ്ങവെള്ളം. നാരങ്ങവെള്ളം ഞാൻ പറഞ്ഞില്ലേ? അത് പറ്റില്ല. അസാധു. വേറെ ക്വസ്റ്റ്യൻ. കുറച്ചുകൂടെ ഈ ഇമ്പാക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മാനസികമായിട്ടൊക്കെ അറിയാവുന്ന, മാനസിക പഠിത്തം നോക്കുന്ന. ഞാൻ രാവിലെ എഴുന്നേറ്റ് എവിടെ പോണേ? അടുക്കളയില്. കക്കൂസി. പിന്നെ രാവിലെ എണീറ്റ് എവിടെ പോണ? നിങ്ങൾ പുറത്താണോ പോണ? നീ ഞാൻ രാവിലെ എണീറ്റ് നോക്കാറില്ല. ഞാൻ രാവിലെ എണീച്ച് എവിടെയാ ആദ്യം പോന്നെ? രാവിലെ ഇവിടുന്ന് പോന്നെ എവിടെ? കക്കൂസ് അല്ലി. അതാ പറഞ്ഞ എന്റെ കാര്യം. പാലെടുക്കാൻ പോവും. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അച്ഛാ. ഞാൻ രാവിലെ എഴുതിക്കൂല. അച്ഛൻ എഴുതിക്കുമല്ലോ രാവിലെ. എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ളത് സിനിമയാണ്. ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വീഡിയോ. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന എന്തുവാ? യൂട്യൂബ് അല്ലേ? ഈസി ക്വസ്റ്റ്യൻസ്. അടി പോയിന്റ് അടി. അടി പൂക്കുറ്റി അടി. കൊച്ചു ഒന്നും പറഞ്ഞില്ലേ? കൊച്ചു അതേണ്ട 3 പറഞ്ഞത്. 3. കൊച്ചു അല്ലക്കോ.
എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മീശ മാധവൻ, അല്ല CD മൂസ, അല്ല അല്ല ഇപ്പോഴത്തെ സിനിമയാണ് ഇപ്പോഴത്തെ അല്ല, പഴയ സിനിമ. പഴയ സിനിമ ദിലീപിനോടാണല്ലോ. വിളിച്ചുകൊണ്ട് മാമ്പഴം. അല്ലല്ല, മീശ മാധവൻ. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞ. ആ ശരി. പുല്ലിടുമ്പോഴേ ഞാൻ പറയും നവ്യ നായർ. നവ്യ നായരോ? ആ അത് പറ്റത്തില്ല. ഇവിടെ കളിക്കില്ലാത്ത ആൾക്കാർ പറയില്ല കേട്ടാ, അത് അലമ്പാ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണേ. ഇത് മൊത്തം ക്യാൻസലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട മീ ചാള, അയല, നെത്തോലി, ചൂര. അച്ചൊന്നും പറഞ്ഞില്ല, പറയണം. മീന്റെ സ്രാവ്, കണവ, പങ്കട, ഇതെന്തോന്ന് ഇത്? കൊഞ്ച്, മത്സ്യകന്യക. അടിപൊളി മീനാ, പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല എപ്പോഴും. കേര, കേര. അതുക്കും മേലെ പിന്നെ ഇത് നെയ്മീൻ, അതുക്കും മേലെ കേരച്ചൂര. ബ്ലോഗിനൊക്കെ മേടിച്ചിട്ടുണ്ട്. മറ്റേ അത് ഓലരൊന്നും അല്ല. ആ ഓലയല്ല, മടല്. പണ്ട് ചേട്ടൻ അപ്പുറത്ത് വിട്ടിട്ട് സ്ഥിരം മേടിക്കുമായിരുന്നു. പണ്ട് പാമ്പ് കണക്ക് കിടക്കുന്ന മീൻ. ഇല്ല തോട്ടീന്ന് പിടിച്ചോണ്ട് വരുന്ന പാമ്പ് കണക്കിരിക്കുന്ന വാളയൊന്നുമല്ല. ലോകത്തിനകത്ത് മീനെല്ലാം പറഞ്ഞു. എനിക്കറിയത്തില്ല, പറ. വേള ഇല്ല, അമ്മ പറയുന്നില്ല. വേള അറിയത്തില്ല കേട്ടോ, വേള മീൻ. എത്ര വർഷമായി കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര പ്രാവശ്യം വേള മേടിച്ചോണ്ട് തന്ന് തിന്നിട്ടുണ്ട്. എനിക്ക് ചിക്കനാണോ ഇഷ്ടം, ബീഫാണോ ഇഷ്ടം? ബീഫ്. ബീഫ്. എനിക്ക് പോയില്ലേ, ഇട് പെട്ടെന്ന് പറയാം ക്വിക്കായിട്ട്. എനിക്ക് കാണാതെ രണ്ടുപേർക്കുള്ള ഫോൺ നമ്പർ അറിയാം. ആർക്കുള്ള? അച്ഛന്റെ, പിന്നെ അച്ഛന്റെ നമ്പർ, എന്റെ നമ്പർ, അമ്മയുടെ നമ്പർ, എന്റെ അമ്മയുടെ നമ്പർ, ഇതിന്റെ അച്ഛന്റെ നമ്പർ. പോലീസിന്റെ നമ്പർ അറിഞ്ഞൂടെ? 100. എന്തുവാ അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ അല്ല. അല്ലല്ല, ഞാൻ പറയട്ടെ. അല്ലല്ല, അറിയാവുന്ന നമ്പർ എന്നേ ചോദിച്ചിട്ടുള്ളൂ. ആ പോലീസിന്റെ നമ്പർ അറിയാൻ പറ്റും. 100 അവർക്ക് അറിയാം, 100 അറിയാം. പറഞ്ഞു ഈ ക്വസ്റ്റ്യന് ഇത് പറ്റത്തില്ല കേട്ടോ. 101 ആ അതും അറിയാം കേട്ടോ. അപ്പൊ എങ്ങനെ ശരിയാവും? ഫോൺ നമ്പർ. പിന്നെ അത് പിന്നെ ഫോൺ അല്ലാതെ പിന്നെ അത് നമ്മൾ എമർജൻസിക്ക് വിളിക്കുന്ന. ഇതിപ്പോ അറിയാവുന്ന ഫോൺ നമ്പർ എന്നാ പറഞ്ഞത്. ഇത് അല്ലാതെ ഫയർഫോഴ്സിനെയും പിന്നെ പോലീസിനെയും വിളിക്കുന്ന നമ്പറല്ല വെച്ചത്. പിന്നെ ഈ ക്വസ്റ്റ്യനൊക്കെ എവിടെ നിന്നെടുത്തോണ്ട് വരുന്നത്? അറിയാവുന്ന ആൾക്കാരുടെ ഫോൺ നമ്പർ. എന്റെ നമ്പറോടെ പഠിച്ചു പോയി കേട്ടോ. അച്ഛന്റെ ഒക്കെ ഫോണൊക്കെ ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആവാറുണ്ട്. ഏത് കളർ പൊട്ട എപ്പോഴും ഉപയോഗിക്കുന്ന കളർ? കറുപ്പ്. കറുപ്പ്, കറുപ്പ്. എന്റെ മുഖത്തല്ലാതെ ഏത് പെണ്ണുങ്ങളെ മുഖത്ത്? അമ്മ ഇപ്പൊ ചുമന്ന പൊട്ടിട്ടുണ്ട്. ഞാൻ എന്ന് ചുമന്ന പൊട്ടിട്ടിട്ടുണ്ട്. ഒറ്റ വീഡിയോ എടുത്ത് നോക്ക്, ഞാൻ ചുമന്ന പൊട്ടിട്ടിട്ടുണ്ട്. ഇതാണോ തെറ്റി? ഞാൻ വേണേ അപ്പുറത്ത് ചുറ്റിയല്ലേ കിടന്നോട്ട് തരാം. അടി അങ്ങോട്ട് ഇങ്ങോട്ട്. നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് പറ. ഡിസംബർ 15, 1997 ഡിസംബർ 15. എന്റെ ബർത്ത്ഡേ ഡേറ്റ് ഫെബ്രുവരി 22. അതൊക്കെ എളുപ്പം പോലെ. അടി പൂക്കുറ്റി. വാടാ നിന്റെ പൂക്കുറ്റി ഒന്നും അടി. അല്ല അല്ല വേണ്ട, ഇപ്പൊ പൂക്കുറ്റി ഇടി. ചിലപ്പോ കാണുന്ന ഒരു സീരിയലിന്റെ പേര് ചന്ദനമഴ. അതൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. രണ്ടുപേരും കൂടി ഇരുന്ന് കാണുന്നേ. അല്ല ഞാൻ ഒരെണ്ണം പറഞ്ഞ അത് അച്ഛനെന്ന് പറയും ചന്ദനമഴ. എന്റെ ഫോൺ നമ്പർ പറ. അമ്മ എന്ന് പറഞ്ഞാണ്. അല്ല അല്ല എനിക്ക് അമ്മ എന്ന് പറഞ്ഞാണ്. അമ്മ പറ. എനിക്ക് അമ്മ പറ. എനിക്കറിയത്തില്ല എന്റെ നമ്പർ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2 നമ്പർ അറിയാം. എന്റെ അമ്മയുടെ 2 നമ്പർ. പിന്നെ ഞങ്ങൾ ഉത്തരം പറഞ്ഞാൽ അമ്മ എങ്ങനെ അറിയാം? അതാണ് എനിക്കറിയാം. എങ്ങനെ? ആ നമ്പർ ഇപ്പൊ കോൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഡൗട്ട് തീർത്താ പോരെ, എനിക്കിപ്പോ അറിയണമെന്നില്ലല്ലോ. എന്റെ നാളെന്തുവാ? ചോദി. പോയിട്ടിട്. അയ്യേ ഇതൊന്നും അറിയത്തില്ല. അച്ഛൻ മൂലുരുട്ടാതി എന്നൊക്കെ പറഞ്ഞോളൂ. ചിലപ്പോ അങ്ങനെ നാളുണ്ട്. അച്ഛൻ മൂലുരുട്ടാതി. എന്റെ വെയിറ്റ് എത്ര? 69, 70,
തെറ്റി 72. തെറ്റി 62. അമ്മ പറ, അറിയത്തില്ല. 67. ഞാൻ 67 പറഞ്ഞു. 66 പറഞ്ഞത്. ഇപ്പൊ റെക്കോർഡ് കള്ളത്തിന്. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാരാ? ഞാൻ ഹാപ്പി. ഹാപ്പി. ആ അമ്മച്ചി പോലെ. ഞാൻ ഓടി എന്റെ കൂടെ ഓടുന്ന ആരാ? ഹാപ്പി. പിന്നെ വേറെ ആരെങ്കിലും ഓടാൻ പ്രാന്തുണ്ടോ ഇവിടെ? ഇത് നീ പറഞ്ഞതിന് ഇട്ടില്ല. എന്റെ കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ കൂട്ട്. അവന് വേറെ പണിയൊന്നുമില്ല. ഹാപ്പി. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഒരു കാര്യം, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം. ഒരു കാര്യം പറഞ്ഞാൽ മതിയോ? ചെരുപ്പിട്ട് അകത്ത് കയറുന്നത്. അല്ല, അതിന് എനിക്ക് ഇടയ്ക്ക് കേൾക്കാറുണ്ട്. അത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് അതാ. മസാല ദോശ. ശരി, അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. അതെനിക്ക് ഇഷ്ടമല്ലേ. തിന്നാറുണ്ടല്ലോ. എന്നിട്ട് തിരുവനന്തപുരം പോയപ്പോ തിന്നില്ലായിരുന്ന? അങ്ങനൊന്നുമില്ല, തിന്നേക്കെ ചെയ്യും. ഇവിടെ ഹാപ്പിയുടെ ഫുഡ് ഒഴിച്ച് ബാക്കിയെല്ലാം അമ്മ കഴിക്കാറുണ്ട്. ബാക്കി ഒന്നാ രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം അതാ. കാപ്പി, പഴകഞ്ഞി, പുട്ട്, ഉള്ളിക്കറി. പറ. പുട്ട് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഉണ്ടാക്കി തള്ളി തരുമല്ലോ എനിക്ക് പുട്ട്. ഇന്നും പുട്ടായിരുന്നു. പുട്ട് അതെടുത്തിട്ട് ആക്രി കട കൊടുക്കാൻ പോവുക. അതൊരു 10 മണിയാകുമ്പോൾ ഈ വരുവോ, അത് കട്ടിയാവും. പിന്നെ നമുക്ക് എറിഞ്ഞാൽ കളിക്കാം ഇങ്ങനെ. അയ്യോ, ഹാപ്പിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മടമട അടിക്കുന്നതാണ് അവിടെ ഇരുന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ തീർന്നിട്ടുണ്ട്. എനിക്ക് എത്ര പോയിന്റ് ഉണ്ടോ നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10. എനിക്ക് 10 പോയിന്റ്. അച്ഛന് 1 2 3 4 5 6 7. അപ്പോൾ ഞാൻ ജയിച്ചു. അടി, കൈയടി. ഹാപ്പി കൈയടാ. അയ്യോ, മതി 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 മതി. അപ്പൊ ക്വസ്റ്റ്യൻ ഒക്കെ തീർന്നില്ലേ? ക്വസ്റ്റ്യൻ ഒക്കെ തീർന്നു. അപ്പൊ ഞാൻ ജയിച്ചിട്ടുണ്ട്. അച്ഛൻ തോറ്റുപോയി. എന്ത് ചെയ്യാൻ ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. എന്റെ അത്ര അമ്മയെ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? അടുത്തത് അച്ഛന്റെ ഒരു ഹൂനോമിയായിട്ട് വരാം സുഹൃത്തുക്കളെ. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. ബൈ.